കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ കണ്ണൂർ സിറ്റി ശാഖാ സമ്മേളനം പ്രബോധന ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി. കേരളത്തിലെ ഏക മുസ്ലിം രാജഭരണത്തിന്റെ സിരാകേന്ദ്രമായിരുന്ന കണ്ണൂർ സിറ്റിയിൽ തൗഹീദിന്റെ സുന്ദര ശബ്ദത്തിന്റെ വിളംബരമായിരുന്നു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടന്ന പ്രൗഢോജ്വലമായ ശാഖാ സമ്മേളനം. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട 15-ൽ കൂടുതൽ ജാറങ്ങളും പൗരോഹിത്യത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി മതത്തെ വ്യാഖ്യാനിക്കുന്ന പുരോഹിതരുമടങ്ങുന്ന സമൂഹത്തിന് സമ്മേളനം നന്മയിലേക്കുള്ള വെളിച്ചമായി. മികവുറ്റ സംഘാടനവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങളും വിസ്മയിപ്പിക്കുന്ന ജനപങ്കാളിത്തവും സമ്മേളനം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. സമ്മേളനത്തിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നമുക്ക് കാതോർക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ടാതിഥികളും പ്രബോധക സംഘങ്ങളിലെ മെമ്പർമാരും കണ്ണൂർ സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ
പ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൽ നേരത്തെ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ആധുനിക സംവിധാനമായ ബൈലക്സ് മെസ്സഞ്ചറിലൂടെയും അധുനാധുനമായ തത്തുല്യമായ മറ്റ് സംവിധാനങ്ങളിലൂടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കളെ, അഭ്യുദയകാംക്ഷികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടുത്തറിയാൻ സൗഭാഗ്യം ലഭിക്കാതെ പോയ ഒരു വലിയ ആപത്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരരായ സഹോദരന്മാരെ, ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന വിഷയമാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ സമാപനത്തിൽ അതീവ ഗൗരവവും പ്രമാണനിബദ്ധവുമായി ഇവിടെ അവതരിപ്പിക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന വിഷയം എല്ലാ ഓരോരുത്തരെയും ബാധിക്കുന്നതാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഇൻഷാ അല്ലാഹ് സമാപനത്തിലെത്തുമ്പോൾ ഈ പ്രസംഗത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയി ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മറുഭാഗത്ത് നിൽക്കുന്ന സത്യമറിയാതെ പോയ വിഭാഗം ആളുകളെയും തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ, അതല്ലാതെ മറ്റു പല കാരണങ്ങളാൽ മാറി നിൽക്കുന്ന വ്യത്യസ്ത ചിന്തകളുള്ള മുസ്ലിങ്ങൾ, ഇതര മത സമൂഹത്തിലെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമായി വരും എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ശക്തമായി തന്നെ വാക്ക് തരുന്നു. സത്യത്തിന് നിലക്കാത്ത, ന്യായാന്യായങ്ങളില്ലാത്ത, പ്രമാണങ്ങളോട് യോജിക്കാത്ത ഒരു കാര്യവും ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സംസാരിക്കില്ല. വൈകാരികതകൾ തുളുമ്പി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ശാന്തമായ ഉപദേശത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാവാം. താക്കീതുകളുടെയും ശക്തമായ വസ്തുതാപരമായ വിമർശനങ്ങളുടെയും സ്നേഹത്തിൻ്റെ തലോടലുകളുടെയും സ്വാന്തനത്തിൻ്റെ വചനാമൃതങ്ങളുടെയും എല്ലാം പിൻബലമുണ്ടാകും ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന ഈ പ്രഭാഷണത്തിൽ. പരമകാരുണികനായ അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ആകാശമേലാപ്പിൻ്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ മനോഹരമായി ഒരു പന്തലൊരുക്കി അതിൻ്റെ ചുവട്ടിലേക്ക് മഴ പെയ്താൽ കൊള്ളാതെ, സൂര്യൻ ഉദിച്ചാൽ അതിൻ്റെ ചൂടേൽക്കാതെ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനുകളുടെ സംവിധാനത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾ കേട്ട് കഴിയും. ആവർത്തനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത്
ആവർത്തിക്കപ്പെട്ടു എന്ന് തോന്നാത്ത വിധത്തിൽ. ഞാനൊരു കാര്യം വളരെ തീർത്തു പറയും. ഒരു നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു നല്ല രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങുക എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രൗഢമായ രൂപകൽപ്പനകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. ഒരു ബാപ്പ വിളിച്ചിട്ട് മോനോട് പറയണം, മോനെ നിന്റെ നല്ല നാളെയുടെ ഭാവിക്ക് വേണ്ടിയാണ് ബാപ്പ ഈ പറയുന്നത്. നേതാക്കന്മാർ അനുയായികളോട് പറയാണ്, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണിത് പറയുന്നത്. രാഷ്ട്രനായകന്മാർ പറയാണ്, നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഒരു നല്ല നാളെ, നല്ല നല്ല സാമൂഹിക സംവിധാനങ്ങൾ, എല്ലാം നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മനുഷ്യ സഹജമായ വികാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന ഈ വിഷയം ഞാൻ ചേർത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇഹലോകവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല ഇത്. മരണത്തിന് ശേഷം ആരംഭിക്കുന്ന, ഒരാൾക്കും നമ്മെ രക്ഷിക്കാനാവാത്ത, റെക്കമെൻഡേഷനുകൾ സ്വീകരിക്കപ്പെടാത്ത, പ്രായച്ചിത്തങ്ങൾ മേടിക്കപ്പെടാത്ത, ബാപ്പ മകനിൽ നിന്നും മകൻ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് മക്കളും മക്കളിൽ നിന്ന് മാതാവും ഓടിയകലുന്ന, ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ ആത്മമിത്രം ഓടിയകലെന്ന മരണാനന്തര ജീവിതത്തിലേക്ക് എന്തൊരുക്കി എന്ന ചോദ്യമാണ് ഈ വിഷയത്തിൻ്റെ ആപാദ ചൂട മേഖലകളിൽ മുഴങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണയായി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളെ പറ്റി പറയുമ്പോൾ സാദേ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ലോണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്വയം കക്ഷിത്വത്തിൽ ആവേശം കൊള്ളുന്ന ഒരു പ്രസംഗമല്ല ഇത്. സ്റ്റേജിലിരിക്കുന്നവരെ ഞാൻ പരാമർശിക്കും, പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ഞാൻ പരാമർശിക്കും, തെറ്റുകളെ ശക്തമായി ചൂണ്ടിക്കാണിക്കും. പക്ഷപാതിത്വമില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യൂനതകളെ സ്നേഹനിർഭരമായ ഒരു പ്രബോധകന്റെ വശത്തു നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹുവേ, ഇതിന് ഭൗതികമായ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും നിങ്ങളോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയുമാണ്. ഈ സദസ്സെന്ന് പിരിഞ്ഞു പോകുന്ന ഏതൊരാൾക്കും അയാൾ അറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മടക്കമില്ലാത്ത എന്നാൽ നിതാന്തമായ ഒരു യാത്രയുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്കുള്ളൊരു യാത്ര, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്ര. ആ യാത്രക്കൊരുങ്ങുമ്പോൾ ഗൗരവമായി ചില കാര്യങ്ങൾ, ഇശാ നമസ്കാരത്തിന് ഇമാം ഓതിയ സൂറത്ത് ഹശറിലെ 18-19 വചനങ്ങളാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഖുർആനിക വചനങ്ങളുടെ, സഹിയായ ഹദീസുകളുടെ, സച്ചരിതരായ സലഫുകളുടെ സച്ചരിതങ്ങളുടെ, ആധികാരിക പ്രമാണ രേഖകളുടെ പിൻബലത്തോടെയാണ് ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം മുന്നോട്ട് പോവുക. ഇത് പല ആളുകൾക്കും തോന്നും ഇത് ഞങ്ങളെ പറ്റിയാണ്. തീർച്ചയാണ്, സ്വാഭാവികമാണ്. ഓരോരുത്തരെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത് ഞങ്ങളെ പറ്റിയാണ് എന്ന തോന്നലുണ്ടാകുന്നത് നല്ലതാണ്. അതും തോന്നിയിട്ടില്ലെങ്കിൽ അവന് ഈമാനില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടെ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. ദീർഘമായി ഒരു സംസാരം ഇവിടെ ഇല്ല, ബ്രീഫായി ചുരുക്കി. എന്നാൽ ഈ പന്തലിൻ്റെ കവാടം കടന്ന് പുറത്തു പോകുമ്പോൾ ഇന്നലെ വരെ ഈ പന്തലിരിക്കുന്ന ഇന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും സുവ്യക്തമായ തെളിവുകൾ ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോവുക ഇൻഷാ അല്ലാഹ്. പല തെറ്റായ ധാരണകളെയും ഈ പന്തലിൻ്റെ ചുവട്ടിലെ മണ്ണോട് മണ്ണ് ചേർത്തുകൊണ്ടാണ്
അള്ളാഹുവിനെ പേടിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കുക. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. ഓരോരുത്തർക്ക് കിട്ടിയ തെളിവിനടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി തന്നെ മറ്റുള്ളവരെ അവൻ വിമർശിച്ചേക്കാം. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിഷയാവതരണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആ വിളി നാഥൻ്റെതാണ്. സർവാധിനാഥനായ റബ്ബിന്റെ വിളിയാണ്, അള്ളാഹുവിന്റെ വിളിയാണ്. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം, പടച്ച തമ്പുരാനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ചക്ക് വേണ്ടി എന്നല്ല, മരണം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം. മരണം ജീവിതത്തിന് വിരാമമായി വരികയും മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ എല്ലാം ഈ ഭൂമുഖത്ത് വിട്ടേച്ച് ഖബറിലേക്ക് യാത്ര പോകുമ്പോൾ ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, ഭർത്താവ് കൂട്ടിനില്ലാതെ ഭാര്യ, മാതാപിതാക്കളില്ലാതെ മക്കൾ, വിവാഹം കഴിച്ച് രണ്ടിൻ്റെ അന്നാണ് മുജാഹിദ് പ്രവർത്തകനായ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട അയൽവാസിയും കൂട്ടുകാരനും കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാനാവാതെ രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മഞ്ഞപ്പീത്തം മൂത്ത് 2 ദിവസങ്ങൾ കൊണ്ട് മരിച്ച കഥ എൻ്റെ ഓർമ്മകളിൽ അവശേഷിക്കുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മാതാവിന് കാവൽ നിൽക്കുന്ന മകൻ അറ്റാക്കായി മരിച്ച കഥയും നാം അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് വന്ന ഒരു ഫോൺ കോളിൽ ഗൾഫിൽ കഴിയുന്ന ഒരു സഹോദരൻ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കുന്നതിനിടയിൽ കട്ടിലിൽ കിടക്കുകയാണ്. ആളുകൾ വന്ന് നോക്കുമ്പോൾ കൈ കട്ടിലിന് താഴേക്ക് താന്ന് ബോധമില്ലാത്തവനെ പോലെ കിടക്കുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. ആത്മാവിനെ അല്ലാഹു വീണ്ടെടുത്തു. മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാളെ ഞാൻ നിങ്ങളും ഇതുപോലെ മരിച്ചു പോകേണ്ടവരാണ്. എന്തുണ്ട്? എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ എന്തുണ്ട്? പാപക്കറകൾ പുരണ്ട ജീവിതമല്ലാതെ, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതമല്ലാതെ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഊശ്വര ഹൃദയം പേറിയതിൻ്റെ അനുഭവങ്ങളല്ലാതെ, അറിയാതെ പോയ ഇന്നലകളുടെ ചരിത്രം മറന്ന് ഇന്നിന്റെ പുതിയ ഓളങ്ങളിലും താളങ്ങളിലും വിട്ട് നാളെ ഒരു പുതിയ ലോകം വരാനുണ്ട് എന്നറിയാതെ കിട്ടിയ ജീവിതം മാർത്തും മട്ടഹസിച്ചും മദ്യത്തിനടിമപ്പെട്ടും മദിരാശിക്കടിമപ്പെട്ടും നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ, കണ്ണൂർ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആവേശം മൂത്ത് ദുരമൂത്ത് അഭിമാനദാഹികളെന്ന് സ്വയം കൊട്ടിഘോഷിച്ച് മസിൽ പവറിന്റെ പിൻബലത്തിൽ ഇന്ന് ജയിലിന്റെ വരാന്തകളിൽ, ഊടുവഴികളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ചു തീർത്ത ഒരു ജീവിതം എവിടെ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ഫ്ലാറ്റുകളിൽ ശീതീകരിച്ച AC റൂമുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെന്ററിന്റെ റൂമുകളിൽ മൊത്തത്തിലിരുന്ന് കാണുന്നവരോട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു മഹായൗവനം, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വത്തഖുല്ലാ. ഒരേ വചനത്തിൽ 2 സ്ഥലത്ത് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു വത്തഖുല്ലാ. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ച് പോറ്റി വളർത്തിയ കരുണാമയനായ വലാദിയാതി ലബഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഖുർആനിലെ 100-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യജമാനൻ പുല്ലും വെള്ളം കൊടുത്തു എന്ന കാരണം കൊണ്ട് ആ യജമാനനെ ചുമന്ന് ഭൂമിയിലേക്ക്, യുദ്ധരണഭൂമിയിലേക്ക് ഓടുന്ന കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയുടെ വരാന്ത കണ്ടിട്ടില്ലാത്ത, LKG UKGയും പഠിച്ചിട്ടില്ലാത്ത, ആധുനിക ടെക്നോളജികളുടെ സംവിധാനത്തോടെ വൈജ്ഞാനിക മേഖലകളിൽ വിരാജിച്ചിട്ടില്ലാത്ത, അതുകൊണ്ട് തന്നെ ഹൃദയം വിജൃംഭിതമാകാത്ത കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചോൻ പറയാണ്, എടോ മനുഷ്യ, നിന്റെ കാര്യം
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. നിന്റെ കാര്യം അതല്ല, നീ നന്ദി കെട്ടവനാ, നീ നന്ദി കെട്ടവനാ, നീ അതിന് സാക്ഷിയാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നീ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാ, നിന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് കഠിനമായ ഹുബ്, ഇഷ്ക്, മഹബ്ബത്ത്, അടങ്ങാത്ത സ്നേഹം, അഭിനിവേശം, ത്വര, മനുഷ്യ ജീവിതത്തിന്റെ ആർത്തിമൂത്ത ജീവിതത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയ പുതിയ തലമുറയോട് നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ. നിന്റെ മുറി, നിന്റെ സ്വകാര്യ റൂം, നീ തുറന്ന നിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ, നിന്റെ കണ്ണുകൾ വിരാജിക്കുന്ന മേഖലകൾ, നിന്റെ കണ്ണുകൾ വിഹരിക്കുന്ന ഏരിയകൾ, പെണ്ണിന്റെ നഗ്നഭാവങ്ങളിൽ നിന്റെ കണ്ണുകൾ മിന്നിമറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്ന ബോധം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും, നിന്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ഗൗരവമായി 17:36 പറയണം. സഹോദരിമാരോട്, കാഴ്ചകൾ കാണുന്ന സഹോദരിമാരോട്, ചെത്തിപ്പൊളിച്ച് അടിച്ചുപൊളിച്ച് പർദ്ദയിൽ പോലും സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച സഹോദരിമാരോട്, പർദ്ദ പോലും സൗന്ദര്യത്തിന്റെ ഭാഗമായി അണിയുന്നവരോട്, ആധുനിക അപായ പർദ്ദ നിങ്ങളെ നരകത്തിൽ അപായപ്പെടുത്തുമെന്ന ബോധത്തോടെ സ്ക്രീനിന്റെ മുമ്പിൽ, സീരിയലുടെ മുമ്പിൽ കണ്ണും നട്ടാർത്തി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ, പരിശുദ്ധ ആ അല്ലാഹു നൽകിയ നിങ്ങളുടെ കണ്ണുകളെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പടച്ചോൻ ചോദിക്കും, ആമിന, ആയിഷ, സുബൈദ, എന്താ കണ്ടത്, എന്താ കണ്ടത്, എന്താ പറയാ? കണ്ണൂർ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വീടുകൾ നമച്ചി മുട്ടയിട്ട പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് വീടുകൾ. ആ വീടിന്റെ അകത്തളങ്ങളിൽ ചാനലുകൾ വഴി വിളമ്പപ്പെടുന്ന ആധുനിക തോന്യാസങ്ങൾ, ഉടുതുണിയിരുന്ന സ്ത്രീകളുടെ നരനായാട്ടുകൾ, ആബാലവൃദ്ധ ജനങ്ങളുടെ ഐഡിയ സ്റ്റാർ സിംഗറുകൾ, അതിന്റെ മുമ്പിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യന്റെ യൗവനം, ഹോമിക്കപ്പെട്ടു പോയ മനുഷ്യന്റെ യൗവനം. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മലയാളം ക്ലാസ് റൂമിൽ, നമ്മളുടെ സംവിധാനമായ ബൈലക്സ് ക്ലാസ് റൂമുകളിൽ, മലയാളം ക്ലാസ് റൂമിൽ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ പല ആളുകളും ഒരേ സമയത്ത് എഡിറ്റ് ചെയ്യാതെ ഈ പ്രസംഗം കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ ഈ പ്രസംഗം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവർ, എല്ലാവരോടും, ഓരോ പേഴ്സണോട്, ഇവിടെ സ്റ്റേജിലിരിക്കുന്നവർ വേറെയല്ല, ഇവിടെ സദസ്സിലിരിക്കുന്നവർ വേറെയല്ല, ഇവിടെ ഈ പറയുന്ന ഞാൻ വേറെയല്ല. ഈ സദസ്സിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവാം, പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകരുണ്ടാവാം, മങ്കട വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം, അതുപോലെ തന്നെ മടമൂരികൾ ഉണ്ടാവാം, വ്യത്യസ്ത ചിന്തകളിലും ധാരകളിലുമുള്ളവരുണ്ടാവാം. എല്ലാവരോടും, അള്ളാഹുവിന്റെ അടിമകളോട്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ചവരോട്, അള്ളാഹുവിന്റെ വെള്ളം കുടിക്കുന്നവരോട്, അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് കാണുന്നവരോട്, 59-18 നാളേക്ക് വേണ്ടി എന്താ സമ്പാദിച്ചത്? ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗത്ത് സമർപ്പിച്ചിട്ടുണ്ടോ? നാവ് അല്ലാഹുവിന്റെ മാർഗത്ത് സമർപ്പിച്ചിട്ടുണ്ടോ? വലിസാനം വശഫതൈൻ വഖൂലുൽ ലതി ഹിയ അഹ്സൻ, നല്ല നിലക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളെ ഇസ്ലാമികമായി നിനക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ മകൻ നിന്നോടൊപ്പം കൈപിടിച്ച് നമസ്കരിക്കാൻ വന്നിട്ടുണ്ടോ? നിന്റെ മകൾ നിന്നോടൊപ്പം പർദ്ദ ധരിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, ഈ ചോദ്യം എല്ലാവർക്കും ഇന്നത്തെ കാലത്തുള്ള പുതിയ എന്താ അറിയ നിങ്ങള്? മറ്റോന്റെ ഇറച്ചി ഇങ്ങനെ കൊച്ചു വലിക്കണ കേൾക്കാൻ, അത് ആസ്വദിക്കാൻ, അത് തിന്നാൻ, കിണ്ടല് കണക്കിന്. മനസ്സിലായോ? നല്ലതല്ല, നല്ലതല്ല. വിഷയം പറയാം, ശക്തമായി പറയാം, അഗാധമായി പറയാം, ഗൗരവമായി ഉപദേശിക്കാം. ഇഹ്മറത്തു ഐനാ വല സൗതുഹു വസ്തദ വലബഹു ഹത്താ കഅന്നഹു മുൻദിറു ജയ്ശിൻ. റസൂലുള്ളാഹിന്റെ അവസ്ഥ പറയാണ്. നബിയുടെ കണ്ണുകൾ ചുവക്കും, നബിയുടെ കോപമുയരും, നബി ഒരു സൈന്യത്തിന്റെ വരവിനെ താക്കീത് ചെയ്യുന്ന പോലെ
ഒരു കമാൻഡർ പോലെ റസൂലുള്ളാഹി സംസാരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൽ സുന്നത്തായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കോപിക്കേണ്ടിടത്ത് കോപിക്കണം, ചിരിക്കേണ്ടിടത്ത് ചിരിക്കണം, ഉറക്കെ പറയേണ്ടിടത്ത് ഉറക്കെ പറയണം, ഗൗരവമായി പറയേണ്ടിടത്ത് ഗൗരവമായി പറയണം. എന്നാലേ സമൂഹം നന്നാവൂ. സമൂഹം നന്നാകലല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം അല്ലേ? അപ്പോ എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ അൻസാഉം ഫഅൻഫുസഹും. നിങ്ങളാവരുത്, ആരെ പോലെയാവരുത്? അല്ലാഹനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അല്ലാഹനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അല്ലാഹുവിനെ മറന്നു കളഞ്ഞൊരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. മാത്രവുമല്ല ഫഅൻഫുസഹും, നോക്കൂ, ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാവും. അല്ലാഹനെ മറന്നാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നു പോകും. അക്കൂട്ടരെ പോലെ നിങ്ങൾ ആവരുത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ദുർമാർഗികൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ, നാളേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി, മഹ്ശറയ്ക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താ ഒരുക്കിയത്? സഹാബത്തൊക്കെ അങ്ങനെ ആലോചിച്ചു വരാ, സഹാബത്തൊക്കെ അങ്ങനെ ചിന്തിച്ചു വരാ. നമുക്ക് എന്താ ഉള്ളത്? ഓരോരുത്തരെ ആലോചിച്ചേ. ഖളാ ഇല്ലാതെ എത്ര നിസ്കരിച്ചു, ജമാഅത്ത് നഷ്ടപ്പെട്ട എത്ര നിസ്കാരങ്ങൾ, നോമ്പുകൾ എത്ര നഷ്ടപ്പെട്ടു, ദിക്റുകൾ എത്ര നഷ്ടപ്പെട്ടു, ദാനധർമ്മങ്ങൾ എത്ര നഷ്ടപ്പെട്ടു. മൊബൈൽ ഫോൺ വന്നപ്പോ എന്താ ഉണ്ടായതെന്നറിയോ? ഫർളിന് ശേഷമുള്ള സുന്നത്തില്ലാണ്ടായി. മനസ്സിലായില്ല? ഫർളിന് ശേഷമുള്ള സുന്നത്തില്ലാണ്ടായി, ഫർളിന് ശേഷമുള്ള ദിക്ർ ഇല്ലാണ്ടായി. എന്താ കാരണം? സൈലന്റ് ഓപ്ഷനിൽ മൊബൈൽ മുന്നിൽ വെക്ക് നിസ്കരിക്കുന്നതിൻ്റെ സൈലന്റ് ഓപ്ഷനിൽ. അപ്പൊ മൊബൈൽ നിരന്തരമായൊരു കോള് കണ്ണുണ്ടെങ്കിൽ സൈലന്റിൽ വർക്ക് ചെയ്യണം. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഫാത്തിയൊക്കെ കഴിഞ്ഞ് സൂറത്ത് ബക്കറ ഓതണമെന്ന് വിചാരിച്ച കുലിയായിയുൽ കാഫിറുൻ ഒതുക്കി സലാം വീട്ടിയ ഉടനെ തന്നെ സാധാരണ പറയല വസ്തഗ്ഫിറുല്ലാഹ് അലോ ആരാണ് ഉണ്ടോ? മനസ്സിലായോ? സുന്നത്ത് നിസ്കാരം പോയി. കാരണം ഫോൺ എടുത്ത് നേരെ റോട്ടിലേക്ക്, ഒന്നും ചിന്തിച്ചില്ല, നടന്നിട്ട് ഓവിച്ചാല ചളിവെള്ളത്തിലേക്ക് കുളുവും. പള്ളിയിൽ നിന്ന് ഇറങ്ങി ആവേശം മൂത്ത വിളിച്ചത് കാമുകിയ. നിസ്കാരക്കാരനെ വിളിച്ചതാരാണ്? കാമുകിയം. വീണത് ചളിക്കുണ്ടിലാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓടാണ്. ദിക്റില്ല, ദ്വയല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് എന്താ അറിയോ? ആരെ കണ്ടാലും പറയും ദ്വേരക്കണേന്ന്. കേൾക്കുന്നോ വിചാരിക്കുന്നറിയോ? ത്വരക്കണേ ത്വരക്കണേ. ഇത് ദുആ ഇരക്കണേ എന്ന് പറഞ്ഞാൽ ദ്വേരക്കണേ ദ്വേരക്കണേ. മറ്റോ കേട്ടാന്നറിയോ? ത്വരക്കണേ ത്വരക്കണേ. ആകെ അമലൊന്നും ചെയ്യൂല, പ്രവർത്തികളൊന്നുമില്ല. ദ്വേരക്കണേ ദ്വേരക്കണേ എന്ന് അങ്ങനെ പറഞ്ഞ ദുആ ഇരക്കാൻ ആരോട്? അല്ലാഹനോട്. അതിന് അർഹത ഉണ്ടാവണം. ആ പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ അർഹത ഉണ്ടാവണം. അർഹത ഇല്ല ഞാൻ ഉണ്ടാവില്ല. ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? വമൽബസഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്, അവന്റെ ഭക്ഷണം ഹറാമാണ്. ഹറാമിലാണ് അവനെ ഊട്ടപ്പെട്ടത്. അവന്റെ ബ്ലഡ് പോലും ഹറാമാണ്, അവന്റെ ശ്വാസവായു പോലും ഹറാമാണ്, അവന്റെ ശ്വസന പ്രക്രിയ പോലും ഹറാമിൽ അധിഷ്ഠിതമാണ്. പിന്നെ എങ്ങനെയാ അവന് കിട്ടുക? പിന്നെ എങ്ങനെയാ അവന് കിട്ടുക? പിന്നെ എങ്ങനെയാ അള്ളാഹ് അവന്റെ സ്വീകരിക്കുക? അതാ അള്ളാഹ് ചോദിച്ചാ, റസൂല് ചോദിച്ചതാ. പിന്നെ എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുക? ആ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കിയ ഡ്രസ്സില്ലേ, ആരാൻ്റെതാ? ആരാൻ്റെതാ എന്ന് പറഞ്ഞാൽ ആരാൻ്റെ ഹറാമ് സമ്പാദിച്ചതാ. മനസ്സിലായോ? ഇല്ല. അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? ഓരോരുത്തരും നട്ടോട്ടല്ലേ? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ. യുവാക്കളൊക്കെ ആലോചിച്ചൊക്കെ അള്ളാഹ് തന്ന നല്ല ശരീരം, മസിൽ ഉണ്ടാക്കുകയാണ് അല്ലേ? വെയിറ്റ് നോക്കുകയാണല്ലേ? ഇപ്പൊ കുറെ യന്ത്രങ്ങളുണ്ട്, അതിലൊക്കെ കട്ട പിടിച്ചു നോക്കുകയാണ്. എന്തിനാ മോനെ ഇത്? നിസ്കരിക്കാത്ത, സുജൂദ് ചെയ്യാത്ത, റുക്കൂ പോകാത്ത എന്റെ കട്ട പിടിച്ച മസിൽ എന്തിനാ? എന്തിനാ? മാത്രമല്ല ഹക്കിന് വേണ്ടി ഉപയോഗിക്കാത്ത ഈ ഒരു ശരീരം, ഹറാമിൽ അധിഷ്ഠിതമായ ഒരു ശരീരം, കൊട്ടേഷൻ പാർട്ടിക്കാർക്ക് വേണ്ടി പണയപ്പെടുത്തിയ ശരീരം, മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയ നിന്റെ ശരീരം എന്തിനാ? അല്ല തന്ന ആരോഗ്യം അല്ല പറഞ്ഞ പോലെ ചെലവാകണ്ടേ? അല്ല തന്ന ആരോഗ്യം അല്ല പറഞ്ഞ പോലെ ചെലവഴിക്കണ്ടേ? വേണ്ടേ? അതില്ല, അതില്ല. അതിന്റെ ദുരന്തം. അതുകൊണ്ട് എല്ലാരും ചില കാര്യങ്ങൾ ഇന്ന് ഗൗരവമായി ആലോചിക്കണം. വിശ്വാസരംഗം, കർമ്മരംഗം, ആചാരരംഗം,
അനുഷ്ഠാന രംഗം, ചിന്താരംഗം, ഇതര പ്രസ്ഥാനങ്ങൾ, ജാതിമത സമൂഹ ചിന്തകൾ, ഇതെല്ലാം നമ്മളിന്ന് പരിശോധിക്കുക. ചില കാര്യങ്ങൾ ഒരു നല്ല നാളേക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ വാചകം പറഞ്ഞിട്ട് പറയാണ് എന്ത്? ലാ യസ്തവിൽ അഹ്സാൻ. നോക്കൂ, നരകവും സ്വർഗവും, നരകാവകാശികളും സ്വർഗാവകാശികളും എന്താവൂല? സമാവൂല. അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല. മാത്രമല്ല അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് വിജയിച്ചവർ. ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? നാളേക്ക് വേണ്ടി നിങ്ങളൊന്ന് സമ്പാദിച്ചു. അല്ലാഹനെ മറന്നു പോകുന്നവർ നിങ്ങളാകരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു കളഞ്ഞവരെ പോലെയാവരുത്. നരകവും സ്വർഗവും സമമല്ല. സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. ഈ കാര്യം ഒന്നുകൂടെ അരക്കെട്ടുറപ്പിച്ച് പറയാണ് ഖുർആൻ. അടുത്ത വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 185-ാമത്തെ വചനം. അവിടെ പറയുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും, എല്ലാ നഫ്സും. എന്നിട്ട് വൈനമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അവന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നൽകപ്പെടുക. ലോകം അവസാനിക്കും. മഹ്ശറയിലെ വരുമ്പോ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനമാണ്. ഖബറുകൾ ഇളക്കി മറിക്കപ്പെട്ട് മനുഷ്യരിങ്ങനെ നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ പടച്ച തമ്പുരാനിലേക്ക് ഓടുന്ന ദിവസം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? അങ്ങനെ ഖബറിന്ന് എഴുന്നേറ്റ് മനുഷ്യർ പടച്ചോന്റെ സന്നിധി ചെല്ലൂലേ, അവിടെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അവിടേക്ക് ആവശ്യമായ അമൽ, അവിടേക്ക് ആവശ്യമായ വിശ്വാസം. ഇനിയോ അല്ലാഹു പറയാണ് ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അതാ വിജയം. എന്താ പറഞ്ഞത് സഹോദരിമാരെ? എന്താ പറഞ്ഞത് മോനെ? എന്താ മോനെ പറഞ്ഞത്? അല്ല എന്താ മോനെ പറഞ്ഞത്? ഖുർആനിലെ 3-ാം അധ്യായം 185-ൽ അല്ല എന്താ മോനെ പറഞ്ഞത്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവൻ ജയിച്ചു, അവൻ ജയിച്ചു. ദുനിയാവ് മതാഉൽ ഉറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഈ ദുനിയാവ് എന്താണ്? വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. 60-70 കൊല്ലമുള്ള ഒരു ജീവിതം കഴിഞ്ഞില്ലേ? അറ്റാക്കായ കഴിഞ്ഞില്ലേ? അപകടം ഉണ്ടായ കഴിഞ്ഞില്ലേ? ഇല്ലേ? കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ കക്കാടിൻ്റെയും കോട്ടക്കലിനെയും ഇടയിൽ ഒരു വയസ്സായൊരു മനുഷ്യൻ കാറിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു. അയാൾ കാറിൻ്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഠും എന്നൊരു മരം ആ സെന്ററിലേക്കാണ് അയാൾ അപ്പകലയും. അല്ലേ ആലോചിച്ചേ, KSRTCയുടെ ആ കോർണറിൽ ഒരു മാരുതി ഠും, രണ്ടാളുകൾ സെക്കൻഡ് കൊണ്ട്. ഇതൊക്കെ ഒരേ ദിവസം നടന്ന 1-2 ദിവസങ്ങൾക്കുള്ളിൽ എത്ര അപകടങ്ങളാണ്? 600 ചില്ലാനം അപകടങ്ങളാണ് 2 മാസം കൊണ്ട് ആക്സിഡന്റിൽ മാത്രം കേരളത്തിൽ കഴിഞ്ഞ മാസം വരെ, മെയ്യുടെ തൊട്ട് മുമ്പ് വരെ, ഏപ്രിൽ വരെ നടന്നു. എത്ര അപകടങ്ങൾ! മരണത്തെ എല്ലാവരും കാണും, മരിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാം. നാളെ എന്താ സംഭവിക്കുക ആർക്കും പറയാനാവില്ലല്ലോ. ഇവിടെ നാളെ എവിടെ വെച്ച് മരിക്കും പറയാനാവില്ല. ബാംഗ്ലൂര് തൻ്റെ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കസേരയിട്ട് മേശപ്പുറത്തേക്ക് കാലിങ്ങനെ ക്രോസുള്ള വെച്ച് ചാനൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് സൈലന്റ് അറ്റാക്ക്, മരിച്ചു. 2 ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. അപ്പോൾ ഓഫീസിലുള്ള ആളുകൾ വിളിച്ചു, ഇവിടെ വന്നിട്ട് 2 ദിവസമായി. അങ്ങനെ താമസിക്കുന്ന റൂമിൽ, ഫ്ലാറ്റിൽ ചെന്നിട്ട് ജനാലയുടെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ചാനൽ ഇങ്ങനെ വർക്ക് ചെയ്യാം. 2 കാലും ഇങ്ങനെ ക്രോസിൽ വെച്ചിട്ടുണ്ട്. ആ കസേരയിൽ അങ്ങനെ ചാരിയിരിക്കാൻ. മരിച്ചിട്ട് 2 ദിവസമായി. പാനൂരല്ലേ സിനിമാ തിയേറ്ററിൽ നിന്ന് മുസ്ലിം മരിച്ചത്? ബാൽക്കണിയിലിരുന്ന് സ്ക്രീനിലേക്ക് നോക്കി. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 102-ാമത്തെ വചന.
നിങ്ങൾ മരിച്ചു പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ. രാജാധികാരം നൽകി, സ്വപ്ന വ്യാഖ്യാനം നൽകി യൂസുഫ് നബിക്ക്. യൂസുഫ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്താ? അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഖുർആനിലെ 12-ാം അധ്യായം 101-ാമത്തെ വചന, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലേ? എല്ലാവരോടും അല്ലാഹ് പറഞ്ഞ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാല് ആമിനാന്നും ആയിഷാന്നും അബ്ദുൽ ഖാദർ എന്നും അബ്ദുൽ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാ. കുഞ്ഞിരാമൻ എന്നുള്ള പേരിൽ ഈ മരിക്കരുത്, യശോദ എന്നുള്ള പേരിൽ നീ മരിക്കരുത് എന്നാ പറഞ്ഞ്. അല്ല, മരിക്കുമ്പോ മുസ്ലിമിന്റെ ക്വാളിറ്റിയോട് കൂടി അല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മയന എന്താ? എപ്പം മലക്കുൽ മൗത്ത് വന്നാലും അപ്പൊക്കെ ഈ മുസ്ലിം ആവണം. ദാറ്റ്സ് ഓൾ. എപ്പം മലക്കുൽ മൗത്ത് വന്നു അപ്പോഴൊക്കെയും നീ മുസ്ലിമായിട്ടാണ് മരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയണം. ഏത് നിമിഷം അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴൊക്കെ അള്ളാഹിനെ ഓർമ്മ വരിക, പശ്ചാത്തപിക്കുക. എപ്പോ തെറ്റിപ്പോന്നോ അപ്പൊക്കെ. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. ഉണ്ടോ? ഒരു തെറ്റ് ചെയ്തു, സ്വന്തത്തോട് പാടില്ലാത്ത ചെയ്തു, ഉടനെ തന്നെ അള്ളാഹിനെ ഓർമ്മ വന്നു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഖുർആനിലെ സൂറത്തു ആൽ ഇംറാൻ 3-ാം അധ്യായം 135-ാമത്തെ വചനം. ഓരോ സ്ത്രീയും ഓരോ പുരുഷനും തെറ്റ് ചെയ്തു പോയി, വമ്പിച്ച തെറ്റ്. ഭർത്താവ് വിളിക്കണം, ഫോണ് വിളിക്കുമ്പോൾ എടുത്തത് മകളാ, ബാപ്പാന്റെ മോള്. ആർക്കാ വിളിച്ചത്? ഭാര്യനെ വിളിച്ചതാ, ഉമ്മാനെ വിളിച്ചതാ. അപ്പൊ ചെറിയ പെൺകുട്ടിയെ ഫോൺ എടുത്തു. സംസാര വൈഭവമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പെൺകുട്ടി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ബാപ്പ ചോദിച്ചു, ഉമ്മച്ചി എവിടെ? ഒന്നുമില്ല, ഉമ്മച്ചി ഉണ്ട്, ബഷീർ ഖാന്റെ കൂടെ കിടക്കണേ. മോള് പറയാണ്, ഉമ്മച്ചി എവിടെ കിടക്കണേ? ബഷീർ ഖാന്റെ കൂടെ കിടക്കണേ. ബാപ്പ ചോദിച്ചു, ഏത് ബഷീർ? ഓട്ടോറിക്ഷ ഡ്രൈവർ, അയൽവാസി. എവിടെ കിടക്കണത്? ഇത് കേരളത്തിൽ നടന്നതാ, നമ്മുടെ ജില്ലയിൽ നടന്നതാ. മരുഭൂമിയിലെ അറബിയുടെ ആട്ടും തുപ്പും കേട്ട് വേർത്ത് കുളിച്ച് 48 ഡിഗ്രിയിൽ ചൂടിൽ ബോധരഹിതനായി വീണ നിന്റെ ഭർത്താവിനെ നീ ചതിച്ചു. അള്ളാനെ പഠിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോന്റെ കൂടെ ഓട്ടോറിക്ഷയിൽ നിരങ്ങിയപ്പോഴും ടാക്സിയിൽ പോയപ്പോഴും അയൽവാസിയുമായി ബെഡ് പങ്കുവെച്ചപ്പോഴും ഈ അള്ളാനെ നീ മറന്നു എന്നാ അള്ളാഹ് പറയും. മനസ്സിലായോ? ക്ഷമിക്കണം. എവിടെ സദാചാര മൂല്യത്തിന്റെ കാവൽപ്പടന്മാർ? എവിടെ ധാർമ്മിക വിപ്ലവത്തിന്റെ പടകാഹളം മുഴക്കിയ സ്വഹാബത്തിന്റെ അനന്തരാവകാശികൾ? എവിടെ? ആയിഷ ബീവിയെയും ഖദീജത്തുൽ ഖുബ്രയെയും ആസിയ ബീവിയെയും സുമയ്യയെയും മറിയം ബീവിയെയും ഉമ്മു കുൽസൂമിനെയും അതുപോലെ ഫാത്തിമയെയും സൃഷ്ടിച്ച ഇസ്ലാമിന്റെ വിപ്ലവ മൂല്യം അത് നെഞ്ചിലേറ്റിയ ഫാത്തിമമാരെവിടെ? ആയിഷമാരെവിടെ? എവിടെ ഇസ്ലാമിന്റെ ധ്വജവാഹകരായ സഖാക്കൾ? എവിടെ? ചുണ്ടിൽ വീടി വലിച്ച് ശരീരത്തിന്റെ അന്തരാത്മാവുകളിൽ മയക്കുമരുന്നിന്റെ വികാരങ്ങൾ നിറഞ്ഞ് ഇടത് കൈകളിൽ വീടിക്കുട്ടിയും വലത് കൈയിൽ കള്ളിന്റെ കുപ്പിയും പിടിച്ച് ആർക്കോ വേണ്ടി ജീവിച്ച് തൊലഞ്ഞുപോയ, നേരെ നിൽക്കാനാവാത്ത, വെറുങ്ങലിച്ചു വറച്ചുപോയ യൗവനമല്ലാതെ എവിടെ ആർജവമുള്ള മുസ്ലിമിന്റെ ജീവിതം? എവിടെ? അത്തരമൊരു ജീവിതത്തെ കുറിച്ച് നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ സിറ്റി സമ്മേളനത്തിൽ, യൂണിറ്റിന്റെ സമ്മേളനത്തിൽ, ഒരു യൂണിറ്റിന്റെ സമ്മേളനം ലോകം മുഴുവനും കാണും. അത്ഭുതമല്ലേ അല്ലാഹ് ചെയ്ത സംവിധാനം? അല്ലേ? ഇതേ സ്വരം, ഇതേ ശബ്ദം അമേരിക്കയിലിരുന്ന്, ചൈനയിലിരുന്ന്, ഇന്തോനേഷ്യയിലിരുന്ന്, മലേഷ്യയിലിരുന്ന്, സൗദിയിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ, ദൗലത്തുൽ ഖത്തറിയ, ദൗലത്തുൽ കുവൈറ്റ്, മംലക്കത്തുൽ ബഹ്റൈൻ, മംലക്കത്തുൽ സൗദിയ, എല്ലാ അഷ്ടദിക്കുകളിലും ഇത് കേൾക്കുന്ന മനുഷ്യരോട്
വിശുദ്ധ ജീവിതത്തിന്റെ മേച്ചിൽപുറങ്ങൾ തേടി സഹാബത്ത് തിരിച്ച ചൈത്രയാത്രയുടെ അനന്തരാവകാശികൾ, ഇസ്ലാമിക ഇന്നലകളുടെ സംസ്കൃതിയുടെ അനന്തരാവകാശികൾ ഇവിടെ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വൽതകും മിൻകും ഉമ്മ യദഊന ഇലൽ ഖൈർ യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലൻ നാസ് വയകൂന الرسول عليكم شهيدا وجاهدوا في الله حق جهاده واجتباكم وما جعل عليكم في الدين من حرج മില്ലത അബീകും ഇബ്രാഹിം വഹുവ സമ്മാകുൽ മുസ്ലിമീൻ. എവിടെ ആ ഖൈറു ഉമ്മത്ത്? എവിടെ? സൂറത്ത് ആൽ ഇംറാനിലെ 104, സൂറത്ത് ആൽ ഇംറാനിലെ 110, വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 71, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 143. എവിടെ? ജനങ്ങൾക്ക് മാതൃകയാകേണ്ട തലമുറ എവിടെ? പ്രവാചകൻ മാതൃകയായ പോലെ ലോകത്തിന് മാതൃകയാകേണ്ട ആ തലമുറ എവിടെ? അല്ലേ? തൊട്ടപ്പുറത്തെ ഭാസ്കരന്റെ വീട്ടിലൂടെ ശാന്തമായി കടന്നു വന്ന സുരേന്ദ്രൻ അഹമ്മദാജിയുടെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ അടിച്ചുപൊളി സംഗീതം കേൾക്കുകയാണ്. അല്ലേ? നേരെ മറിച്ച് എന്താ വേണ്ടത്? അഹമ്മദാജിയുടെ വീട്ടിൽ കടന്നു വന്നപ്പോ ശാന്തമായ ഖുർആനിന്റെ പാരായണം. എവിടെ? എവിടെയത്? എല്ലാ വൃത്തികേടുകളും ആരെയാടാ ഇന്നലെ പിടിച്ചത്? മുസ്ലിം നാമധാരിയെ. എന്തിനാ പിടിച്ചത്? 3 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നതിന്. തലോടന്റെ കൈകൾ കാമാസക്തിയോടെ പിഞ്ചു പൈതലിന്റെ ഡ്രസ്സിൽ മാറിടം പിടിച്ച് പറിച്ചതിന്. അല്ലേ? ഉസ്മാൻ സഖാഫിയെ ഈ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേട്ടുന്നത് എന്തിന്? 42 പെൺകുട്ടികളുടെ മാറിടം കടിച്ചു പെയ്തതിന് എന്ന് വാർത്ത വന്നാൽ ആ വാർത്ത ആർക്കാ ദോഷം? മുസ്ലിമായ, മൗലവിയായ, മൊല്ലയായ, ഹബീബുകളായ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ലോകത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, സംസ്കാരങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ജീവിതത്തിൽ അക്ഷമരാണ് മനുഷ്യർ പൊതുവെ, പക്ഷേ ഈ പ്രസംഗം തീരുന്നതുവരെ നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അസുര കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മതമറിയുന്നവർക്ക് മതമിളകിയ കാലം, മതമറിയുന്നവർക്ക് മതമിളകിയ കാലം. മൈദയുടെ ദാ, തച്ചമ്മയുടെ ദാ അല്ല, അത് മതം. ഇത് മതം, അതിളകിയ കാലം, കലികാലം, അസുരകാലം എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായി പറയാവുന്ന, മജാസിയായി പറയാവുന്ന കാലം. ഓരോ പോയിന്റും ഓരോരുത്തരോടാണ് എൻ്റെത്. എല്ലാവരെയും സ്പർശിക്കുന്നു. മുസ്ലിം സംഘടനകളെ എല്ലാം, അമുസ്ലിങ്ങളെ ഞാൻ പരാമർശിക്കുന്നു, മനുഷ്യരെ എല്ലാം പരാമർശിക്കുന്നു. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ് ചർച്ച. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നു, കരയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അബൂ ഹുറൈറ കരയാണ്. ആളുകൾ ചോദിച്ചു, അബൂ ഹുറൈറ ധന്യമായിരുന്നില്ലേ? അബൂ ഹുറൈറ ജീവിതം ധന്യമായിരുന്നില്ലേ? ശ്രേയസ്കരമായിരുന്നില്ലേ അബൂ ഹുറൈറ? അഭിമാനിക്കാൻ വക നൽകുന്നതായിരുന്നില്ലേ അബൂ ഹുറൈറ? ആയിരുന്നില്ലേ? ആയിരുന്നു. എന്നിട്ട് എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ എന്ന സഹാബി ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. 1600 ഹദീസുകളാണ് ലോകവിശ്വാസികൾക്ക് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനപ്പാടമാക്കി നമുക്ക് തന്നത്. ഭക്ഷണം കഴിക്കാനില്ലാതെ ബോധം കെട്ടുപോയ സ്വഹാബി, കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച മഹാനായ സ്വഹാബി, സ്വർഗം കിട്ടുമെന്നുറപ്പുള്ള സ്വഹാബി. അദ്ദേഹം കരയുകയാണ്. ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഖബറിലേക്കുള്ള യാത്ര ഇതാ അടുത്താണ്, മരിക്കാറായി, പോകാറായി, തൊട്ടടുത്ത് നിൽക്കുകയാണ് ഖബർ. പാതയും വളരെ കുറവാണ്, പാതയും വളരെ കുറവാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കൈകളിൽ പാതയും കുറവാണ്. അബൂ ഹുറൈറക്ക് പോലും, അബൂ ദർ അൽ ഗിഫാരി, മഹാനായ ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു, ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരം കരയാണ്.
വിങ്ങി വിങ്ങി പൊട്ടി കരയാൻ. സ്വർണവും വെള്ളിയും കൂമ്പാരമായി ലഭിച്ചൊരു കാലഘട്ടം. ദാരിദ്ര്യത്തിന്റെ പഞ്ഞമാസത്തിന്റെ കാലം കഴിഞ്ഞ് സമ്പന്നതയുടെ സൗഭാഗ്യത്തിന്റെ കാലം വന്നപ്പോ ദുനിയാവിൽ ഇത് അവസാനിച്ചു പോകും, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിലപിച്ച മഹാനായ സഹാബി ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനിയോട്, സാജിദ് ഇറങ്ങാടി ഇന്നലെ ഓർമ്മപ്പെടുത്തിയ ഹുദൈഫത്തുൽ യമാനിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുക, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ പേരുണ്ടോ ഹുദൈഫ എന്ന് ചോദിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈമാൻ എവിടെ? നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായി. ഞാനൊക്കെ സ്വർഗത്ത് പോയിട്ടില്ലേ, പിന്നെ ആരാ പോവുക? എല്ലാവരുടെയും ചിന്തയാ, ഞാൻ പോയിട്ടില്ലേ ആരാ പോവുക? ആര് പറഞ്ഞു? 1000 മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളെന്ന വിധത്തിലാണ് ആധുനിക മുസ്ലിമീങ്ങളുടെ സ്വർഗപ്രവേശനത്തെ കുറിച്ച് റസൂൽ എന്ന് പറഞ്ഞു. ഹദീസ് സഹിയാണ്. 1000 മുസ്ലിമീങ്ങളിൽ ഒന്ന്. ഈ സദസ്സിൽ 1000 ഉണ്ടെങ്കിൽ, ഈ സദസ്സിൽ 2000 ഉണ്ടെങ്കിൽ, രണ്ടാള് അതാരാ? ഞാനാ? നിങ്ങളാ? നമ്മളിൽ ആരാ? നാളേക്ക് വേണ്ടി നാളെ നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കി ഭൗതിക ലോകത്തിന്റെ പ്രമത്തതയിൽ കഴിഞ്ഞ് ദാരിദ്ര്യത്തിൽപ്പെട്ടവരെ നോക്കാതെ അടിച്ചു പൊളിച്ചു ജീവിച്ചപ്പോ മറന്നുപോയത് നിങ്ങളുടെ ജീവിതമാണ്. പിന്നെ വിലപിച്ചിട്ട് കാര്യമല്ല. അള്ളാഹു പറയാണ്, രക്ഷപ്പെടാനുള്ള ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്ത് സഫ് 10-11 വചനങ്ങൾ. എന്താ പറയണേ? സത്യവിശ്വാസികളെ ഒന്ന് ചെവിയെടുത്ത എല്ലാരും ഏയ് സത്യവിശ്വാസികളെ, മോനെ അതാരെയാ? കസേരയിലിരിക്കുന്ന ഓരോരുത്തരും ഏയ് എന്ന് നോക്കും. ഒന്ന് നോക്ക്. അല്ല പറയാൻ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കച്ചവടം സുപരിചിതമാണല്ലോ മുസ്ലിങ്ങൾക്ക്. കച്ചവടം എല്ലാവർക്കും നല്ല തഴക്കവും പഴക്കവുമാണല്ലോ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ആരോടാ? നമ്മളോടൊക്കെ തന്നെ. സാധാരണ ഈ സംഘാടകര് ഒരു വിചാരം എന്താ അറിയോ? മന്നോൽക്കുള്ളതാ അത്. മോലേ വിളിച്ചതിന് മുതലേ ഓടാ വിടുന്നു, അനക്കിന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കിട്ടിയില്ല. സ്വന്തത്തെ കുറിച്ചോ സമൂഹത്തെ കുറിച്ചോ പ്രസ്ഥാനത്തെ കുറിച്ചോ ആദർശത്തെ കുറിച്ചോ അറിയില്ല. ഏതുപോലെ എറണാകുളത്ത് ഒരു മരണം നടന്നു. ഒരു പെൺകുട്ടി, ഒരു മുജാഹിദ് കുടുംബത്തിലൊരു പെൺകുട്ടി മരിച്ചപ്പോ വേഗത്തിൽ മയ്യത്തെടുക്കണല്ലോ. ഇസ്ലാമിന്റെ സുന്നത്തതാ. ഇസ്ലാമിന്റെ സുന്നത്ത് എന്താ? സാധാരണ നമ്മുടെ നാട്ടില് അതിൽ സുന്നിയും മുജാഹിദും ജമായത്തും ഒക്കെ കണക്കാ. എന്താ? മോൻ ഡൽഹിന്ന് വരണോ, മോളോ UK എന്ന് വരണോ, മരിയോനോ സൗദിന്ന് വരണോ, അപ്പൊ എത്ര ദിവസം വെക്കണോ? തികഞ്ഞ തോന്നിയാസാട്ടോ. മരിച്ച മക്കള് കാണണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമല്ല. ഇസ്ലാമിലെ നിയമം മരിച്ച അപ്പ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ചോളാം. അപ്പ എത്ര പേരാള് ഓല് നിസ്കരിച്ച കഴിഞ്ഞ്. സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആർമില് ഓടിക്കൊണ്ടിരിക്കുക സ്പീഡില്. അതെന്തിനാ? ഒരു മയ്യത്തിന്റെ പിറകെ ഒരു മയ്യത്ത്. സുന്നത്താ. ധൃതിയിൽ മയ്യത്ത് കൊണ്ടുപോവുക. വേഗത്തില് സ്പീഡില്. നമ്മളോ കാത്തുകയാണ്. ഇനി ആരോ ഉണ്ടോ? ഡൽഹിയിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. നിക്കിട്ടോ ഉസ്താദേ, മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കട്ടെ. ആ ഫ്ലൈറ്റ് എത്തി, അത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നിക്കിട്ടോ 1.5 മണിക്കൂർ കൊണ്ട് കാത്തിക്കുക. അനിസ്ലാമികമാണ്, പാടില്ലാത്തതാണ്. ഞാനിത് പറയുന്നതെന്തിനറിയോ? മയ്യത്ത് നിസ്കാരമോ മയ്യത്തിന്റെ നിയമോ ദീനോ ഒന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോളെ, 40 മുബഹിദുകളെ നിസ്കരിക്കാൻ കിട്ടിയ നിസ്കരിച്ചോളണം. ഇസ്ലാമിന്റെ സുന്നത്ത് നിസ്കരിച്ചോളണം. വേഗത്തിൽ നിസ്കരിക്കണം. അതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലെ സുന്നത്ത്. ഇനിയോ എറണാകുളത്ത് ഒരു മരണം നടന്നു. മരണം നടന്നപ്പോ
മയ്യത്ത് നിസ്കരിച്ചു വേഗത്തിൽ. സ്ത്രീയുടെ മയ്യത്ത് വേഗത്തിൽ നിസ്കരിച്ചു. സ്ത്രീകളാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾ നിസ്കരിച്ചു. അപ്പൊ ആ നാട്ടില് എല്ലാവരും ശ്രദ്ധിക്കണം, ആ നാട്ടില് സുന്നികളായ സ്ത്രീകൾ, സഹോദരിമാർ, സമസ്തയിൽപ്പെട്ട സഹോദരിമാർ, മുജാഹിദ് സ്ത്രീകൾ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ബഹളം. എല്ലാവരും ശ്രദ്ധിക്കുക, വലിയൊരു പോയിന്റാ പറയും. ഭയങ്കരമായ ബഹളം, അതായത് സമസ്തയിൽപ്പെട്ട സഹോദരിമാർ വമ്പിച്ച ബഹളം. അവര് മുജാഹിദ് സ്ത്രീകളുടെ നേരെ തട്ടിക്കേറിയിട്ട് പറയാണ്, ഇത് എന്നെയാ ഞങ്ങളെ ഉസ്താദിമാര് പറഞ്ഞ്, നിങ്ങൾ മുജാഹിദുകൾ എന്ന് പറഞ്ഞ ദീനില്ല, എല്ലാം വെട്ടിച്ചുരുക്കി. അപ്പൊ മുജാഹിദ് സ്ത്രീകൾ ചോദിച്ചു, എന്തേ റുക്കോവും സുജൂദും ഇല്ലാണ്ട് എന്ത് മയ്യത്ത് നിസ്കാരാണ്? റുക്കോവും സുജൂദും ഇല്ലാണ്ട് എന്ത് മയ്യത്ത് നിസ്കാരാണ്? 19 കൊല്ലം ഇവിടെ മുസ്ലിങ്ങള് ഈ പണ്ഡിതന്മാരൊക്കെ നയിച്ചിട്ട് മയ്യത്ത് നിസ്കാരത്തിന് റുക്കോവും സുജൂദും ഇല്ലാന്ന് സുന്നി പെണ്ണുങ്ങൾക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കൗമിന്റെ വിജ്ഞാനം അറിഞ്ഞോ, ദീനറിഞ്ഞോ, എവിടെ എത്തി നിൽക്കും നമ്മുടെ സൊസൈറ്റി, ഈ കമ്മ്യൂണിറ്റി എന്നതിനെ കുറിച്ച് ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കിയോ? അവിടെയാണ് വളരെ ഗൗരവമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ജീവിതത്തിന്റെ വളരെ കൃത്യമായ ചില മേഖലകളിലേക്ക് നാം കടന്നു പോകുന്നത് അവിടെയാണ്. നമുക്ക് ദീന് പഠിക്കണം. എന്താണ് ദീൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സഫ് പറഞ്ഞല്ലോ, തുക്മിനൂന ബില്ലാഹ്, വേദനാജനകമായ നരകശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ സഹോദരന്മാരെ, ഈ പന്തൽ നിറഞ്ഞു ഒഴുകിയ സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചേ. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തുക്മിനൂന ബില്ലാഹ്. ഒന്നാമത്തെ എന്താണ്? തുക്മിനൂന ബില്ലാഹ്. ഒന്നാമത്തെ അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിശ്വാസം. അതുപോലെ തന്നെ ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും ധനം കൊണ്ടുമുള്ള പോരാട്ടം. നിങ്ങളുടെ ധനവും നിങ്ങളുടെ ശരീരവും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമർപ്പിക്കുക. ആലോചിച്ചു നോക്കിയേ, എന്താ ഈ പറയുന്നത്? തുക്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ക്ലിയർ ആകണം. പടച്ച തമ്പുരാനുള്ള വിശ്വാസം ക്ലിയർ ആകണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോളൂ. 6-ാം അധ്യായം 82-ാമത്തെ വചനം നോക്കൂ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന, അല്ലാഹു പറയാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. വല്ലാത്തൊരു വാക്കാണത്. 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനമാണ്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ട്. സഹോദരിമാരെ, ഈ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ ചോദിക്കുകയാണ്, നബിയെ, ദുൽമ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഭൂമുഖത്ത് ദുൽമ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നബിയെ എന്ന് ചോദ്യത്തിന് റസൂലുള്ളാഹി പറയാണ്, ഇവിടെ ദുൽമ എന്ന് ഉദ്ദേശിച്ചത് ഇന്ന ശിർക ലദുൽമുൻ അലീം, ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്കാകുന്ന ദുൽമ, ശിർക്ക് വരരുത്. ശിർക്ക് വന്നാൽ സകലാമലും പൊളിഞ്ഞു പോകുന്നതാണ്. ശിർക്ക് വന്നാൽ സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്നതാണ്. ശിർക്ക് വന്നാൽ ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ 31-ാം അധ്യായത്തിലെ 13 പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കല്ലേ മോനെ. ഇന്ന ശിർക ലദുൽമുൻ അലീം, അത് വമ്പിച്ച പാപമാണ് മോനെ. അപ്പോ ഒരിക്കലും ശിർക്ക് വരരുത്. ശിർക്ക് വരാതെ സൂക്ഷിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമതായി പറയുന്ന കാര്യത. അപ്പൊ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തിലെ ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അതിൽ തെറ്റിയാലോ പോയി. അതിൽ തെറ്റിയാൽ എല്ലാവർക്കും അറിയാം, ശിർക്ക് വന്നാൽ സ്വർഗം നിഷിദ്ധമാണ്. സമ്മതിച്ചോ? തബ്ലീഗുകാരൻ സമ്മതിച്ചു, സമസ്തക്കാരെ സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു, മുജാഹിദുകളുടെ ഇരുവിഭാഗം സമ്മതിച്ചു, ഇവിടെയുള്ള എല്ലാവരും സമ്മതിച്ചു, മുസ്ലിങ്ങളൊക്കെ സമ്മതിച്ചു. ശിർക്ക് വന്ന അമല് പൊളിയും. ഉറപ്പാണല്ലോ, സമ്മതിച്ചല്ലോ. നാ നോക്ക്, എന്താ ശിർക്ക്? വലക്കദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബലിക ലൈൻ അശ്റക്ത ലഹബതന്ന അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനിലെ 39-ാം അധ്യായം 65-ാമത്തെ വചന.
ആ വചനത്ത് പറയണെന്നറിയോ? നബിയെ, താങ്കളോട് മാത്രമല്ല, താങ്കൾ മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരോടും ശിർക്ക് ചെയ്ത അമല് പൊളിഞ്ഞു പോകും. ഇനി ഞാൻ പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. റാഹത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും, ഉറപ്പാണ്. ഞാൻ തീർച്ച പറയുന്നു, കോൺഫിഡൻസിലാണ് ഞാൻ പറയും. കോൺഫിഡൻസിൽ, തികഞ്ഞ വിശ്വാസത്തിലാണ് പറയും. പല തെറ്റിദ്ധാരണകളവരും സത്യസന്ധരാണെങ്കിൽ, ഹക്കറിയാത്തത് കൊണ്ടാണെങ്കിൽ, മർക്കട മുഷ്ടിയാണെങ്കിൽ രക്ഷല്ലോ. അന്തർത്തുഹം അമ്ലം തുന്തിറുഹും എന്ന് പറഞ്ഞില്ലേ, ലായുക്മിനോൻ, അക്കൂട്ടത്ത് പെട്ടോൽ ഈ സസിലുണ്ട്, ഒലിക്ക് രക്ഷല്ല. അല്ല, അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റിയതാ. നാ തിരുത്താൻ മാത്രമുള്ള തെളിവായി ഇനി പറയാൻ പോണ്. തിരിച്ചാൻ മാത്രമുള്ള തെളിവായി ഇനി പറയാൻ പോണ്. ശ്രദ്ധിച്ചോളി. അതെന്താ? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ശിർക്ക് വന്ന സകല അമലും പൊളിഞ്ഞു പോവും. സകല അമലും എന്താവും? പൊളിഞ്ഞു പോവും. ഉറപ്പാണല്ലോ. ഖുർആനിലെ 39-ാം അധ്യായം 65-ാമത്തെ വചനം. പിന്നെയോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, 4-ാം അധ്യായം 48-ാമത്തെ വചനം, 4-ാം അധ്യായം 116-ാമത്തെ വചനം. ആ വചനത്ത് പറയണത്, ഒരിക്കലും അല്ല പൊറുക്കാത്ത പാതകം ശിർക്കാണ്. ഒരിക്കലും അല്ല പൊറുക്കില്ല. ഒരിക്കലും അല്ല പൊറുക്കാത്ത പാപേതാ? ശിർക്കാണ്. ശരി, സമ്മതിച്ചു. ഞാൻ പറയണത് ശിർക്ക് വന്നാ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്ക്, ഞാൻ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ സലീം അഹമ്മദാനി കേട്ടിട്ടില്ലേ? മുജാഹിദ് പ്രസംഗികനായിട്ട് സലീം അഹമ്മദാനി കേട്ടില്ലേ? അയാൾ ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? NDF-ന്റെ സ്റ്റേറ്റ് നേതൃത്വത്തിൽ ഒരാൾ. പിന്നെ അയാൾ ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? SSF-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി. ഇതാ കളി. ഇനി പറയുന്ന പോയിന്റ് ജീവിതത്തിൽ ഒരാളും ചിന്തിച്ചിട്ടില്ലാത്ത പോയിന്റാ പറയും. NDF-ന്റെ സ്റ്റേറ്റ് നേതാവിന് SSF-ന്റെ ജില്ലാ സെക്രട്ടറി ആയാൽ NDF-ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? SSF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഇസുദ്ദീൻ കാമിൽ സക്കാഫിയുടെ കൂടെ അല്ലല്ലാത്തോലോട് പ്രാർത്ഥിക്കാം, മമ്പർന്നങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് SSF-ലെ ജില്ലാ സെക്രട്ടറിക്ക് NDF-ൽ സ്റ്റേറ്റ് നേതാവാകാം എന്ന് പറഞ്ഞ ഭയനെ എന്താ? കടലാസ് കീറിയമാതിരി കീറുകയാണ്. മനസ്സിലായോ? ആദർശ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവരെ കടലാസ് കീറിനമാതിരി കീറുകയാണ്. നന്നാകാൻ, പരലോകത്ത് അല്ലാഹു പിച്ചി ചീന്താനെടുക്കാൻ, നരകത്തിലേക്ക് എറിയാണ്ടെടുക്കാൻ. അപ്പൊ സലീം അഹമ്മദാനിക്ക് NDF-കാരനാവേ മുശ്രിക്കാവാം, ശിർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ NDF-ന്റെ ലക്ഷ്യം തൗഹീദാണോ? ആണോ? വികാരം കൊള്ളുകയും ചെയ്യരുത്. നിങ്ങൾ വസ്തുത മനസ്സിലാക്കണം, പോയിന്റ് മനസ്സിലാക്കണം. മന്ത്രി ചൂതിയ ചരട് കെട്ടിയ ഒരു SSF-കാരന് NDF-ൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഉണ്ട്. ദർഗയെ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഫൈസിക്ക് സ്റ്റേറ്റ് നേതൃത്വത്തില്ലേ? NDF-ലെ SDPI-ലെ അല്ലേ? അപ്പൊ NDF എന്ന സംഘടന ദീനുൽ ഇസ്ലാമിന്റെ ബദർ പറയാൻ എന്താ അവകാശം? ബദറിൽ 313 മുവഹിദുകളാ അല്ലേ? ഇത് തസഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തിയ 313 918 കാരറ്റ് അല്ലേ? അവർ ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്നവരുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബദറും മുഹദും ഖന്തക്കും ഹുനൈനും ഖൈബറും ഖാദിസിയും മൗതയും പറയുമ്പോ എന്ത് വേണം? ആ സ്വഹാബികൾ അല്ലല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയോ? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ച് സലീം അഹമ്മദാനി SSF പ്രവർത്തകനായിരുന്ന കാലത്ത് NDF-കാർ സലീം അഹമ്മദാനിനെ ആക്രമിച്ചില്ല. സലീം അഹമ്മദാനി തൗഹീദ് സ്വീകരിച്ചപ്പോ ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ഫാമിലി സഹിതം അദ്ദേഹത്തെ സഞ്ചരിച്ച വാഹനത്തിൽ NDF എത്തി. എന്തു മനസ്സിലായി? അള്ളാനെ പേടിക്കുന്ന, പരലോകത്തെ പേടിക്കുന്ന യുവാക്കളെ, നേതാക്കന്മാരെ പ്രസംഗം കേട്ട് തെറ്റിദ്ധരിച്ചു പോയ എല്ലാ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ എന്തു മനസ്സിലായി? ശിർക്ക് ചെയ്ത് ജീവിച്ച കാലത്ത് ഒരു വിരോധവും ഇല്ല. മുവഹിദായപ്പോ വിരോധം. എന്തേ പ്രശ്നം? ആദർശത്തിന് എവിടെയോ ഒരു മങ്ങലേറ്റിട്ടുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആദർശത്തിന് മങ്ങലേറ്റിട്ടുണ്ട്, ആദർശത്തിന് എവിടെ തകരാറ് പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനരായ NDF പ്രവർത്തകർ ആലോചിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളിൽ ശിർക്കുണ്ടോ? സാധുക്കൾ തെറ്റിദ്ധരിച്ചില്ല. ഞാൻ ആധികാരികമായി തബ്ലീഗ് ജമാഅത്തിന്റെ
അമലുകളുടെ മഹത്വം എന്നൊരു പുസ്തകമുണ്ട്. അത് കണ്ടവർ വായിച്ചവർ അവർക്ക് വേണ്ടി പേജ് നമ്പർ അടക്കം പറഞ്ഞ്, ഇത് ഞാൻ പറഞ്ഞല്ലോ വെറുമൊരു വിടുവായിത്തമല്ല, ആക്രോശമല്ല, തെളിവുകളുടെ ബലാബലം നോക്കുന്ന പ്രാമാണിക പ്രബുദ്ധതയുടെ ഒരു പ്രബോധനമാണിത്. തബ്ലീഗ് ജമാഅത്ത് അവരുടെ കിതാബുകളിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. തബ്ലീഗ് ജമാഅത്തിന്റെ കിതാബുകളിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിന്റെ 33-ാമത്തെ പേജ്, ആ പേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില വരികൾ മൂസ മൗലാന വിവർത്തനമെഴുതിയ സ്വലാത്തിന്റെ ഫളായിലുകൾ, സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിലൊക്കെ വന്നിട്ടുള്ള, അതുപോലെ അമലുകളുടെ മഹത്വങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചില പരാമർശങ്ങളാണ് പറയുന്നത്. കേട്ടോളൂ. അവര് പറയാണ്, നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ. ആ പുസ്തകത്തിലുള്ള കാര്യം പറയും. നബിയുടെ വിരഹത്താൽ, നോക്കൂ, നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തത്തിൽ കഷ്ടത്തിൽ. കരുണക്കടലാൻ നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്. ഈ പുസ്തകത്തിലുള്ള വരിയ പറയും, കരുണക്കടലാം നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്. കരുണക്കടലായ നബിയെ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ. നമ്മൾ എന്താ പറയല്? അർഹമുറാഹിമായ റബ്ബേ, നീ ഞങ്ങളോട് കാരുണ്യം ചൊരിയണേ. കരുണക്കടലായ നബിയെ നിങ്ങൾ ഞങ്ങളോട് കരുണ ചൊരിയണേ എന്ന വാക്കിൽ പ്രിയപ്പെട്ട ബഹുമാനനായ തബ്ലീഗ് സഹോദര, ശിർക്കില്ലേ? അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയ ശിർക്കെന്താ? കരുണക്കടലാൻ നബിയുള്ള ഞങ്ങളോട് കരുണ ചൊരിയണേ എന്ന് സഹാബത്ത് പറഞ്ഞിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല? ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. ആരാ കരുണ ചൊരിയുന്നത്? ലാ തഖനതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് എന്ന് 39-ാം അധ്യായം 53-ൽ അല്ലാഹ് പറയുമ്പോ റസൂലുള്ളാഹിനെ വിളിച്ചു ദ്വേരക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നബിയേ ഞങ്ങളോട് കരുണ ചൊരിയണേ. സമസ്തക്കാരല്ല, APK സുന്നികളല്ല, അവർ പറയുന്നത് വേറെ കൽപ്പിക്കാം. തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ നിന്നാ പറയുന്നത്. തീർന്നില്ല. യാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകും നബിയുള്ള. നോക്കേ, എന്താ പറയുന്നത്? യാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകണേ. അഭയം നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാവർക്കും അറിയാം. അഭയം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ് അഭയം നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭയം ചോദിക്കുന്ന പ്രിയപ്പെട്ട തബ്ലീഗ് ജമാഅത്തുകാരെ, മുജാഹിദുകൾ വെറും വിമർശകരാണ് എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളോടുള്ള സ്നേഹമാണ്. അഗ്നിക്ക് നേരെ വിരൽ കൊണ്ടുപോകുന്ന മകനോട് മോനെ അരുത് എന്ന് പറയുന്ന പോലെ ശിർക്കിലേക്ക് പോകുന്ന നിങ്ങളോട് അരുത് എന്ന് പറയുകയാണ്. ഈ സിറ്റി സമ്മേളനത്തിന്റെ പ്രൗഢമായ ഒരു നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടെന്ന മഹത്തായ സമ്മേളന പ്രഖ്യാപനത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആലോചിക്കണം. ഇത് തബ്ലീഗ് ജമാഅത്ത് പറയുന്ന വാക്കുകളാണ്. തീർന്നില്ല. അഭയം നൽകുക നബിയുള്ള യാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഇത് പറയുകയാണ് തബ്ലീഗ് ജമാഅത്ത്. സുഹൃത്തുക്കളെ, ഞാൻ അവരിൽ ശിർക്ക് കണ്ടിട്ടില്ല എന്നൊരു വ്യക്തി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവരുടെ കൃത്യമായ പുസ്തകത്തിൽ, അവരെഴുതിയ പുസ്തകത്തിൽ ശിർക്കിന്റെ വരികൾ കൃത്യമായി പാടുകയും, ഇത് പാടാനാ, ഇത് പറയാനാ, ഇത് പ്രവർത്തിക്കാനാ ഈ പുസ്തകത്തിൽ ഇത് പഠിപ്പിക്കുന്നത്. ഇത് ചെയ്യരുത് എന്ന് പറയാനല്ല, ഇത് ചെയ്യാനാണ്. ആ പുസ്തകം നിങ്ങൾ പരിശോധിക്കണം. തീർന്നില്ല. ചില അടിസ്ഥാന കാര്യങ്ങളൂടി പറയാം. തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഇതിൽ പറയാൻ, ഒരു വ്യക്തി, ഒരു സാഹിബ് ഒരു വദു കൊണ്ട് 12 ദിവസം നമസ്കരിച്ചു. ബഡായി ഒരു ദിവസം കൊണ്ട് 12 ദിവസം നമസ്കരിച്ചു. വേറൊരു സാഹിബ് 15 വർഷം കിടന്നില്ല. അമലുകളുടെ മഹത്വങ്ങളുടെ 95-ാമത്തെ പേജിലാ പറയുന്നു. ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഓതി. അമലുകളുടെ മഹത്വങ്ങൾ 96. ഏത് 6000 ചില്ലാനം വരുന്ന ഖുർആനിലെ വചനങ്ങൾ ഒരു റക്അത്തിൽ ഓതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ മുഴുവനും ഓതണമെങ്കിൽ, ഒരു റക്അത്തിൽ ഓതണമെങ്കിൽ എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ചേ. അല്ലേ? അതിശയോക്തികളല്ലേ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? നബി ഓതിയിട്ടുണ്ടോ? സഹാബത്ത് ഓതിയിട്ടുണ്ടോ? ആലോചിച്ച ഖുർആൻ മുഴുവൻ. നബിയുടെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ തറാവീഹിൽ പോലും സൂറത്ത് ഫാത്തിഹ
സൂറത്ത് ബഖറ, സൂറത്ത് ആൽ ഇംറാൻ, സൂറത്ത് നിസാ. 5-ാമത്തെ അധ്യായത്തിലേക്ക് റസൂലുള്ള പോലും കടന്നില്ല. ഇവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു വ്യക്തി ഒരൊറ്റ റക്അത്തിൽ ഖുർആൻ 30 ജുസു ഓതി എന്നാ പറയുന്നത്. നുണയല്ലേ, കള്ളമല്ലേ? ആളുകളെ നന്നാക്കാൻ കള്ളം പറയാവൂ? ഖുലിൽ ഹഖ വഇൻ കാന മുറ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികളെ, ഇത് ദീനാണോ? ഉറങ്ങാതെ 15 ദിവസം 15 വർഷം കിടന്നില്ല ഒരു വ്യക്തി. 15 വർഷം നബിയുടെ സുന്നത്തിനെ എതിർത്ത ഇയാൾ ആരാ? നബി പറയുന്നത് എന്താ? ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്. നിസ്കരിക്കിൽ ഞാൻ ഉറങ്ങില്ല, ഉറങ്ങാതെ ഞാൻ ഇബാദത്ത് ചെയ്യും എന്ന് പറഞ്ഞ സഹാബിയെ വിളിച്ചിട്ട് റസൂൽ എന്ന് പറയാണ്. എന്താ പറഞ്ഞത്? മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫൗറദ്ദുൻ. നിന്നെ ദീനിൽ നിന്ന് തള്ളപ്പെടേണ്ടതാണ്. ഉറങ്ങാതെ, രാത്രി ഉറങ്ങാതെ ഇബാദത്ത് എടുക്കൽ അനിസ്ലാമികമാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ട് അതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ കിതാബിൽ. മോനെ, നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം. നീ വിശ്വസിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തെ ബാലുശ്ശേരി കുറ്റം പറയുന്നു എന്നല്ല, ന്യായമായ പോയിന്റ് വെച്ച്, തെളിവ് വെച്ച് അന്യായം പറയുകയല്ല. ഇത് അതിശയോക്തിയാണ്, ഇസ്ലാമിലില്ലാത്തതാണ്. 50 വർഷം ഇശാവും സുബഹിയും ഒരൊറ്റ ഒതുകൊണ്ട് അമലുകളുടെ മൊത്തം പറ ഒരൊറ്റ ഒതുകൊണ്ട് 50 വർഷം ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. അമ്പിയാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഔലിയാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? 50 വർഷത്തിനിടയിൽ ഇയാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇയാൾക്ക് മലദ്വാരല്ലേ? ചോദ്യങ്ങളില്ല. ഈ മാതിരി പൊട്ടപ്പോയത്തവും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഗോഡൌണാണ് ഏത്? തബ്ലീഗ് ജമാഅത്തിന്റെ കിതാബ്. അന്ധവിശ്വാസത്തിന്റെ ഗോഡൌൺ. റീറ്റെയിലും ഹോൾസെയിലുമായി വിദ്യാർത്ഥികൾ കേട്ടിയേക്കുന്ന നമ്പർ 1 ഗോഡൌൺ. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് അറിഞ്ഞു പറയുമ്പോ പറയും, കണ്ടോ രൂക്ഷ വിമർശനം കണ്ടോ, എനിക്ക് സഹിക്കാൻ വയ്യ. മോനെ, നരകാഗ്നി നിനക്ക് സഹിക്കാവോ? നരകത്തിന്റെ അഗ്നിജ്വാല നിനക്ക് സഹിക്കാവോ? മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ പറയണേ. ആ നരകത്തിൽ ഇത് അതിശയോക്തിയല്ലേ? ഇത് നുണയല്ലേ? ഈ നുണയാണ് ഇവിടെ പ്രചരിപ്പിക്കുക. ഇത് ഒരു നല്ല നാളേക്ക് വേണ്ടി ഇത് ഉപകരിക്കും. അള്ളാന്റെ റസൂലിന് പോലും ഈ സിഫത്തുണ്ടോ? ഈ യോഗ്യതയുണ്ടോ? എന്തൊക്കെയാ പറയണത്? രാത്രി മുഴുവനും റുക്കൂ. ഒരു രാത്രി മുഴുവൻ റുക്കൂയില് റസൂൽ കിടന്നിട്ടുണ്ടോ? സഹാബികൾ കിടന്നിട്ടുണ്ടോ? ഫളായിൽ ഈ അമലുകളുടെ മാറ്റങ്ങൾ പേജ് 118. ഒരു നോക്കൂ, ദിവസവും 1000 റക്അത്ത്. അതേ പുസ്തകത്തിന്റെ പേജ് 117. എങ്ങനെയുണ്ട് ആലോചിച്ചേ. ഒരു ദിവസം 1000 റക്അത്ത് നടക്കുവോ? സാധിക്കുവോ? ബാധ്യതകളില്ലേ? കണ്ണിനോട്, ഭാര്യയോട്, നാടിനോട്, സമൂഹത്തോട് ഇല്ലേ? 1000 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച പിന്നെ ലോറ് കിട്ടുവോ? അസർ കിട്ടുവോ? ഇശാ കിട്ടുവോ? മഗ്രിബ് കിട്ടുവോ? ബാക്കി കാര്യം കിട്ടുവോ? എന്തിനാ പ്രിയപ്പെട്ട തബ്ലീഗ് ജമാഅത്തുകാരെ ആളെ നന്നാക്കാൻ നുണ പറയുന്നത്? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തബൂഉൽ അത്ബാഇകൾ പറഞ്ഞിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ കിതാബുകളിലുണ്ടോ? എന്തിനാ മോനെ ഇത്? എന്തിനാ ഈ അന്ധവിശ്വാസത്തിന്റെ ഗോഡൌണിൽ പോയിട്ട് അതിലൊരു മെമ്പർ ആകുന്നത്? എന്തിനാ മോനെ എന്ന് നിന്നോട് ചോദിക്കുന്നത്. വയാ ഖൗമി മാലി യദഊകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോ അരുത് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോ തബ്ലീഗ് ജമാഅത്തിൽ ശിർക്കുണ്ടോ? ഉണ്ട്. ഇനിയോ നമ്മുടെ സമസ്തയിലെ മെമ്പർമാര് അവര് പറയുന്നതോ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരി വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപമാകുന്ന വാഹനത്തിൽ ഞാനിതാ കയറിയിരിക്കുന്ന നബിയെ, എൻ്റെ ആലംബമാണങ്ങ്, എൻ്റെ ആശ്രയമാണങ്ങ്. അതുകൊണ്ട് നബിയെ, എൻ്റെ പാപം പൊറുത്തു തരണേ നബിയെ എന്ന് പറയുന്ന ആളുകൾ
നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവൻ അല്ലയല്ലയോ എന്ന് വിശുദ്ധ ഖുർആനാ ചോദിക്കുന്നത്. ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 3-ാം അധ്യായം 135-ാമത്തെ വചനവും ഇതല്ലയോ പറയുന്നത്. നോക്കൂ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ല എല്ലാറ്റിനും കഴിവുള്ളവനാ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ല ഏറെ പൊറുക്കുന്നവനാ. താവാ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ 2 വരി പാട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് നീ നിന്റെ കൈ ഉയർത്തിക്കോ, അള്ളാഹ് ഒരിക്കലും തട്ടിക്കളയില്ല. മുജാഹിദുകൾ പറയുന്നതാ. നൂഹ് നബി ആ ജനതയോട് പറഞ്ഞത് എന്താ? ആ ജനതയോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി, അവൻ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. ഇവിടെ ഇതാ സമസ്തക്കാർ റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, അതുവഴി അവർ ശിർക്ക് ചെയ്യുന്നു. ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ എന്താ? അമലുകൾ പൊളിഞ്ഞു, ആചാര്യരുടെ അമലുകൾ പൊളിഞ്ഞു. നേരത്തെ പറഞ്ഞ സ്വലാത്തിന്റെ മാസങ്ങളിൽ ഇത് പാടുന്നതോടെ ഒരാളുടെ നിസ്കാരം പോയി, തബ്ലീഗുകാരന്റെ ഹജ്ജ് പോയി, ഉംറ പോയി, ദാനധർമ്മങ്ങൾ പോയി. ഇത് പോകരുത്, ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങളോട് പറയുന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്. മസലി വമസലുക്കും കമസൽ റജുലിൻ ഔഖദ നാറ. റസൂലുള്ളാഹി പറയാണ്, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ച ഒരുവനെ പോലെയാണ്. ആ തീയുടെ നേരെ വണ്ടും പ്രാണിയൊക്കെ വരിക, അപ്പൊ അയാൾ ഇങ്ങനെ തടുത്തു നിർത്തുകയാണ്. അതുപോലെ വനാഹുതും ബിഹുജുസിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്, നരകത്തിലേക്ക് പോകരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആലോചിക്കണം, ചിന്തിക്കണം എല്ലാവരും. അപ്പൊ സഹോദരങ്ങളെ, ശിർക്ക് വരുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം പറയുമ്പോ മുജാഹിദുകളിലും ഇപ്പോൾ ശിർക്കുണ്ട് എന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയൊരു വിഭാഗം ശക്തമായി വാദിക്കുന്നു. APK സുന്നികൾ ഈ പ്രചരണങ്ങളെല്ലാം കേട്ട് വസ്തുതകളായി മനസ്സിലാക്കാതെ ജമാഅത്തെ ഇസ്ലാമി ഇവരെല്ലാവരും സമസ്തക്കാരെ പോലെ മുജാഹിദുകളും അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന എല്ലാ കവലകളിലും ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ പരാമർശങ്ങൾ വിവാദ വിഷയമെന്ന നിലയിൽ എടുക്കാതെ കുറച്ച് പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ചില പോയിന്റുകൾ, അതായത് ഏത് നാടൻ മനുഷ്യനും അപാരമായി സ്വാധീനിക്കുന്ന ചില പോയിന്റുകൾ പറയും. സഹോദരങ്ങളെ, താടിയെക്കുറിച്ച് നിരന്തരമായി ബോധവൽക്കരണം കാരണത്താൽ ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പോയിന്റ് ഓരോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ താടി വെച്ചു. ഇപ്പൊ എന്നോട് 100 കണക്കിന് ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ താടി വെച്ചത്, ഞാൻ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ടിട്ടാണ് താടി വെച്ചത്, ഞാൻ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ടിട്ടാണ് താടി വെച്ചത്, ഞാൻ നിച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ച ദഅവാ ബുക്സ് വായിച്ചിട്ടാണ് താടി വെച്ചത്. ശരി, ഇത് മറക്കരുത്, ഇതൊരു ഫയലിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. പറഞ്ഞ സംഭവം ഇങ്ങനെ ഒരു ഫയലിലേക്ക് മാറ്റി വെക്കുക. ഉസ്താദെ, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നെ കണ്ടു റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട്. ഉസ്താദിന് എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, മെനയാന്ന് രാത്രിയുടെ റമദാനിലെ ക്ലാസ്സിലെ പള്ളിയിൽ ഞാനുണ്ടായി. ഉസ്താദെ, എൻ്റെ 8ഓളം പാൻസുകൾ ഞാൻ ഇന്നലെ കട്ട് ചെയ്തു, നരിയാണിന്റെ മേലേക്ക് കയറ്റി, പോസ്റ്റ് മോഡേൺ ആയിരുന്നു ഉസ്താദെ. ഞാൻ ഉസ്താദിന്റെ ആ വിസ്തീർണ്ണം എൻ്റെ ഹൃദയത്തിൽ അഗാധമായി തട്ടി. ഉസ്താദെ, എന്നെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല ഉസ്താദെ, ഇതിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഉസ്താദെ. അല്ല നരിയാണിൻ്റെതായ തുണി പോയ നോക്കൂല എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഉസ്താദെ, അതുകൊണ്ട് ഞാൻ നരിയാണിന്റെ മേലേക്ക് എടുത്തു ഉസ്താദെ. അനുഭവങ്ങളെ തീർന്നില്ലേ? ഇത് ഫയലിൽ 2ാമത്തേലേക്ക് മാറ്റി വെക്കും. 3ാമത്തെ, ഉസ്താദെ, ഞാൻ നിങ്ങളെ പ്രസംഗം കേട്ടിട്ടാ ഉസ്താദെ പലിശയെന്ന് മുക്തമായത്. ഇനി ഞാൻ ഉദാഹരണം കൂടുതൽ പറയില്ല, ബാക്കി നിങ്ങൾ എക്സെട്ര എല്ലാം വായിച്ചോളി. എന്നാൽ ഈ നാട്ടിൽ ഉസ്താദെ ഞാൻ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കാൻ വിചാരിച്ചായിരുന്നു ഉസ്താദെ. റുബാസ് പറയാൻ കുവൈത്ത് ഞാൻ ഉസ്താദെ സുഹൈർ മൗലവിയുടെ ഒരു കേസറ്റ് കേട്ടു ഉസ്താദെ, ഞാൻ ഉറച്ച് തീരുമാനിച്ച് ഞാൻ ഇനി ഒരിക്കലും സ്ത്രീധനം വാങ്ങൂല ഉസ്താദെ. ഞാൻ മദ്യപിച്ച് ജീവിച്ച ആളായിരുന്നു ഉസ്താദെ. ആ തിരുവനന്തപുരത്തെ പള്ളിയിലെ ഖുത്ബ കേട്ടിട്ട്
ഞാൻ എന്നേക്കുമായി മദ്യം ഉപേക്ഷിച്ചു ഉസ്താദെ. MSFന്റെ പ്രോഫ് കോണിൽ മാമൻ മാപ്പിള ഹാളിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അവരുടെ പെട്ടിയിൽ, അവരുടെ ബാഗിൽ വിദേശ മദ്യവുമായിട്ടാ വന്നത്. ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ എന്ന വിഷയം അവതരിച്ചു തീരുന്നതിന് മുമ്പ് ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യം കുടിക്കില്ല എന്ന് തീരുമാനിച്ചവർ മാറിപ്പോയി. ഇനി എന്റെ ചോദ്യം വിശ്വാസികളെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ, ഏതെങ്കിലും ഒരു ഇതൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ടായ മാറ്റാൻ. ഇനി എന്റെ ചോദ്യം മറക്കല്ലേ, ലോകത്തിന്റെ അട്ടദിക്കുകളിൽ ബൈലക്സിലെ പ്രസംഗം കേൾക്കുന്നവരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരെ, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ എന്ന് ഖുർആൻ പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങണമെന്ന് വിചാരിക്കുന്ന മുഅ്മിനുകളെ, എന്റെയും നിങ്ങളുടെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും പ്രസംഗം കേട്ട് നരയാണിയുടെ മേലെ തുണി ഉയർത്തിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാ 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 ഈ നൂറുകണക്കിന് യുവാക്കൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുകളുണ്ട്. താടി വടിക്കണമെന്ന മടവൂർ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട് താടി വടിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാ 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 എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട്. ഉസ്താദുമാരുടെ പ്രസംഗം കേട്ട് നരിയാണിയുടെ താഴെ തുണി പോയാൽ അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പ്രസംഗം കേട്ടപ്പോ അത് ശരിയെന്ന് മനസ്സിലാക്കി നരിയാണിയുടെ താഴെ തുണി താന്നു പോയവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പ്രസംഗം ജനങ്ങളിൽ എഫക്ട് ചെയ്താൽ അതവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് മറക്കരുത്. ശരി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ, TP അബ്ദുൽ ഖോയ മദനിയുടെ, M അബ്ദുറഹ്മാൻ സലഫിയുടെ, അനീഫ് കായക്കൊടിയുടെ, അഹമ്മദ് അനസ് മൗലവിയുടെ, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ, സക്കരിയ സ്വലാഹിയുടെ, CP സലീമിന്റെ, TK അഷ്റഫിന്റെ, താജുദ്ദീൻ സ്വലാഹിയുടെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ ഇതാ ജിന്നിനോട് തേടൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ എന്റെ പ്രിയപ്പെട്ട മടവൂരികളെ നിങ്ങൾക്ക് സാധിക്കുമോ? അപാരമായ ചോദ്യം. ഞങ്ങൾ സക്കരിയ സ്വലാഹിയുടെ പ്രസംഗം കേട്ടു. ഇന്നലെ വരെ ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്നാ ഞങ്ങൾ മനസ്സിലാക്കിയത്. സ്വലാഹിയുടെ പ്രമാണബദ്ധമായ പ്രസംഗം കേട്ട് ഞങ്ങൾ ജിന്നിനോട് തേടാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മുജാഹിദുകളിൽ നിന്ന് ഹാജരാക്കാൻ കഴിയുമോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ നുണ നിങ്ങൾ എന്തിനു പ്രചരിപ്പിക്കണം? തീർന്നില്ല. അലക്കി പൊളിച്ച് തേച്ച് വെടുപ്പാക്കി കൈ തെറിഞ്ഞാണെന്ന്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം, അംഗീകരിക്കാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തും. താടി വെക്കാൻ പറഞ്ഞത് കേട്ട് താടി വെച്ചവരെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തും. പേന്റ് കട്ട് ചെയ്ത് നരിയാണിയുടെ മേലെ ഉയർത്താൻ പറഞ്ഞവരെ, അത് ഉയർത്തിയവരെ ഞാൻ ഈ സദസ്സ് എഴുന്നേൽപ്പിച്ചു നിർത്തും. സ്ത്രീധനം വാങ്ങരുത് എന്നുള്ള പ്രസംഗം കേട്ട് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച മണവാട്ടിയെയും മണവാളനെയും ഞാനിവിടെ എഴുന്നേൽപ്പിച്ചു നിർത്തും. സക്കരിയ സ്വലാഹിയുടെ, M അബ്ദുറഹ്മാൻ സലഫിയുടെ, ഹനീഫ് കായക്കൊടിയുടെ, TPയുടെ, APയുടെ ഈ ഉള്ളവന്റെ പ്രസംഗം കേട്ടിട്ട് ഇന്നലെ വരെ ജിന്നിനോട് തേടാത്ത ഒരു മുജാഹിദ് ഇന്ന് ജിന്നിനോട് തേടുന്നവനായി ഈ സദസ്സിലെ സ്ത്രീകളിൽ നിന്ന് ഒരാളെ ഹാജരാക്കാൻ സാധിക്കുമോ? ഒരു പുരുഷനെ ഹാജരാക്കാൻ സാധിക്കുമോ? ഒരു കുട്ടിയെ ഹാജരാക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് പ്രചരിപ്പിക്കുക വഴി ഒരു വ്യക്തി ശിർക്കല്ലെങ്കിൽ, ഒരു വ്യക്തി മുശ്രിക്കല്ലെങ്കിൽ അത് പറഞ്ഞവനിലേക്ക് ആ ശിർക്ക് മടങ്ങും എന്ന് റസൂലുള്ളാഹിന്റെ വചനം നിങ്ങൾ ഓർക്കണേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർന്നില്ല. സമസ്തക്കാരോട് നിങ്ങൾ ചോദിച്ചേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയൽ അനുവദനീയമാണോ എന്നൊന്ന് ചോദിച്ചേ. സമസ്തക്കാർ പറയാം അതെ, ഒരേ സ്വരത്തിൽ അതെ. മമ്പരന്തങ്ങളെ കാക്കണേ എന്ന് പറയാമോ? അതെ. മുജാഹിദുകളെ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയാമോ? ഉറക്കെ പറയാമോ? ഇല്ല. മലക്കിനോട് മലക്കെ എന്നെ സഹായിക്കണേ എന്ന് പറയാമോ? ജിന്നെ സഹായിക്കണേ എന്ന് പറയാമോ? പിന്നെ എന്തിനീ പ്രചരണം നമ്മുടെ പേരിൽ? പിന്നെ എന്തിനീ നുണപ്രചരണം?
അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം? തീർന്നില്ല. നമ്മുടെ സുന്നികളോട് നിങ്ങൾ അല്ലല്ലാത്തവരോട് ദ്വേർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇടക്കാലത്ത് ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല, സഹായെ തേടുന്നുള്ളൂ എന്നാ പറഞ്ഞ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നിഷേധിച്ചപ്പോ നമ്മൾ തെളിവിട്ടു. ശരിക്കും ശ്രദ്ധിക്കുക, പോയിന്റ് നെഞ്ഞ്